ടേസ്റ്റ് ഓഫ് ഹോമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ പറ്റിയ ഒരു ചമ്മന്തി ഉണ്ടാക്കിയാലോ, തക്കാളി ചമ്മന്തി ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് എന്തായാലും നമ്മൾ ഇതൊക്കെയല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്നും ഈ തേങ്ങാ ചമ്മന്തിയും കടലക്കറിയും പയറുകറിയൊക്കെ അല്ലേ, ഇന്നൊന്ന് മാറ്റി നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 4 മുഴുത്ത തക്കാളി എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു 5-6 കഷ്ണം വെളുത്തുള്ളിയുണ്ട്, ഒരു മുഴുത്ത കഷ്ണം ഇഞ്ചി, പിന്നെ 2 പച്ചമുളക്, ഒരു വലിയ സവോള, കുറച്ച് കരിയാപ്പില. നമുക്ക് ചട്ടി ചൂടായി വന്നപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കരിയാപ്പിലയൊക്കെ ഇട്ട് കൊടുത്ത് അത് നന്നായിട്ടൊന്ന് വാടി വരുമ്പോഴത്തേക്കും നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അത് രണ്ടും വഴറ്റുമ്പം നമുക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്നും എണ്ണയിൽ വഴറ്റാതെ തന്നെ നേരിട്ട് മിക്സിയിലിട്ട് അടിച്ചിട്ട് ചമ്മന്തിയാക്കുന്നതും ഉണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് നമ്മൾ ആക്കുന്നത് എണ്ണയ്ക്കകത്ത് വഴറ്റി തിളപ്പിച്ചെടുത്തിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇതിപ്പോൾ നമ്മുടെ സവോളയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കരിയാപ്പിലയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ തക്കാളി കഷ്ണങ്ങൾ കൂടി ഇട്ട് കൊടുക്കാം. അതിട്ട് കൊടുത്തു കഴിയുമ്പോൾ നന്നായിട്ട് വഴറ്റി അത് ഇടയ്ക്കൊന്ന് മൂടി വെച്ചൊക്കെ തുറന്ന് നമുക്ക് വഴറ്റി കൊടുക്കാം. എങ്കിലും മാത്രമേ തക്കാളി നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. തക്കാളി വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് കുക്കറിനകത്തിട്ടൊരു വിസിലടിച്ചാലും അങ്ങനെയൊക്കെ വേവിച്ചെടുക്കാം. പക്ഷേ ഏറ്റവും ടേസ്റ്റ് നമ്മൾ എണ്ണയിൽ വഴറ്റി കഴിഞ്ഞിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. തക്കാളി ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്ക് അത് നന്നായിട്ട് അതിൻ്റെ വെള്ളമയൊക്കെ പറ്റുന്നവരെ നന്നായി വഴറ്റിയെടുക്കാം. അതിലേക്ക് 1 സ്പൂണ് മുളക് പൊടി ചേർത്തു. തക്കാളി 4 ഉള്ളതുകൊണ്ട് തന്നെ നല്ല പുളിയുള്ള തക്കാളിയായിരുന്നു. ഒരു സ്പൂൺ മുളക് പൊടിയും ഒരു 1/4 സ്പൂണ് കായവും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്നും കൂടെ വഴറ്റിയെടുത്തു. ഈ വഴറ്റിയ മിശ്രിതം നമുക്കൊന്ന് നന്നായിട്ട് തണുക്കാൻ വെക്കണം. നന്നായിട്ട് തണുക്കുന്നേക്കാളും മുമ്പ് നമ്മളത് മിക്സിക്കകത്ത് ഇട്ടിട്ട് അടിക്കുകയാണെങ്കിൽ ഇത് അതിൻ്റെ അടപ്പ് തുറന്നു പോകാനും കുറേ സ്പ്രെഡാകാനൊക്കെ ചാൻസ് ഉണ്ട്. നമ്മുടെ തക്കാളി ചട്നി കരികരിപ്പായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ചൂടായി വരുമ്പോൾ കടുകിട്ട് കരിയാപ്പില ഇട്ട് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ തക്കാളി ചട്നി കൂടി ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ ആക്കുമ്പോൾ നമ്മൾ തക്കാളി റോസ്റ്റൊക്കെ ആക്കുന്നതിനേക്കാളും രുചിയാണ് ഈ തക്കാളി ചട്നി. ഇഞ്ചിയും കരിയാപ്പിലയൊക്കെ അരച്ച് കഴിയുമ്പം അത് നല്ലൊരു രുചിയാണ്. ഇഡ്ഡലിയുടെ കൂടെയും ദോശയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് അടുത്ത വീഡിയോയിലൂടെ പിന്നെയും കാണാം. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.